ഹായ് കിഡ്സ്, ഇന്നൊരു 3D ജിറാഫിനെ ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3D ജിറാഫിനെ ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജിറാഫിൻ്റെ ഫേസ് വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു യെല്ലോ ചാർട്ട് പേപ്പർ എടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് ആ പീസ് കട്ട് ചെയ്തെടുക്കണം. ദെൻ ഇതുപോലെ ഉണ്ടാവും. പിന്നെ വേറെ ഏതെങ്കിലും ഒരു വൈറ്റോ അല്ലെങ്കിൽ ഒരു സ്കിൻ കളറോ, ഞാനിവിടെ ഒരു സ്കിൻ കളർ എടുത്തിട്ടുണ്ട്, അതിലൊരു ഓവൽ ഷേപ്പ് വരക്കാം. ഇത് ജിറാഫിൻ്റെ മൗത്ത് വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. ഫേസും റെഡിയായി. ഇനി ഇതിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ. ദെൻ ഇതിന് നെക്ക് വരക്കണം അല്ലേ? ജിറാഫിന് നീണ്ട നെക്ക് ഉണ്ടാവും. അപ്പോൾ അത് യെല്ലോ കളർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൽ കുറച്ച് ജിറാഫിൻ്റെ ബോഡിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറച്ച് ഡിസൈൻസൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഇതുപോലെയുള്ള ഇത് ഡിസൈൻസ് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ ഈ ഫേസിൻ്റെ ചുറ്റുഭാഗവും വരച്ചു കൊടുക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നെക്കിനും ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇത് റെഡിയായി. നെക്സ്റ്റ് എന്താണ്? മൂക്കൊക്കെ വരച്ചു കൊടുക്കണം, വായൊക്കെ വരച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിലുള്ള 2 സർക്കിൾ വരക്കുന്നത്. ഇത് അതൊന്ന് ബ്രൗൺ കളർ തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. വായ വരക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഇങ്ക് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്മൈലി വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇനി ജിറാഫിൻ്റെ കൊമ്പ് വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും സെയിം കളറിനായിരിക്കണം കേട്ടോ. മൗത്തിന് നമ്മൾ ഏതെടുത്ത് അതുപോലെ തന്നെ ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രൗൺ കളറുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൽ 2 സ്മാളായിട്ടുള്ള 2 റൗണ്ട് ഷേപ്പ് വരക്കാം ഇതുപോലെ. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ കൊമ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെവി വരക്കണം. അതിന് വേണ്ടിയിട്ട് 2 സെമി സർക്കിൾ വരക്കുക ഇതേപോലെ, ഈ ഷേപ്പിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ബ്രൗൺ ചാർട്ട് പേപ്പർ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വരക്കാം. അത് കട്ട് ചെയ്തെടുത്തു. ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഐസ് വെച്ച് കൊടുക്കണം ജിറാഫിനല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെയുള്ള എൻ്റെ അടുത്തുള്ള ഐസ്, അതെല്ലാം ഒരു വലിയ സൈസ് എടുത്തിട്ടുള്ളതാണിത്. അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുക്കണം.
നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മൗത്ത് ഇതേപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഫേസ് കംപ്ലീറ്റ് ആയി. അതുപോലെ ഉണ്ടാവും. ഇനി ഒരു 3D എഫക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു പേപ്പറിൻ്റെ പീസുകൾ ഒരു 3 പീസ് എടുക്കണം. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ജിറാഫിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. ആദ്യം നമുക്ക് നെക്ക് വെക്കണം. അതൊന്ന് ഗ്ലൂ ഉപയോഗിച്ചിട്ട് അതൊന്ന് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ ഒന്ന് റോൾ ചെയ്തില്ല, അതേപോലെ ബാക്കിയും കൂടെ റോൾ ചെയ്ത് വെക്കാം. ഈ ഒരു പോർഷനിൽ നെക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം, ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഡബിൾ സൈഡിൻ്റെ സ്റ്റിക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാം. അങ്ങനെ അത് രണ്ടും ഒട്ടിച്ചു. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് വെക്കേണ്ടത്, ഫേസ് വെക്കേണ്ടത്. എന്നിട്ട് ഇത് അതിൻ്റെ മുകളിൽ വെക്കാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കൊമ്പ് വെച്ച് കൊടുക്കാം. ഒന്ന് ഇതുപോലെ വെക്കാം. നെക്സ്റ്റും അതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് റെഡിയായി. ഇനി ഇയേഴ്സ് വെച്ച് കൊടുക്കണം. ഓക്കെ, അതും ഗമ്മ് തേച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. നെക്സ്റ്റ് നമ്മുടെ ഈ പേപ്പർ ഉണ്ടല്ലോ, ഇത് ലാസ്റ്റിലെ 3 എടുത്തിട്ടുണ്ടായിരുന്നത്, ലാസ്റ്റത്തേത് അതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഒരു 3D പോലെ ഉണ്ടാവും. നോക്കൂ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇങ്ങനെ ഒരു 3D എഫക്റ്റ് കിട്ടും ഇതുപോലെ ചെയ്താൽ. ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീവ്സോ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കാം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിറാഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.